നമ്മൾ രാവിലെയും വൈകിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കൊരു മാസ്കും ഒരു സാനിറ്റൈസറും തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് അത് ഉപയോഗിക്കണം, മഗ്‌രിബ് കഴിഞ്ഞ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നിങ്ങൾക്ക് പേടിക്കണ്ട, ഒരു ബുദ്ധിമുട്ടും വരൂല. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ 3 പ്രാവശ്യം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇത് സുബഹി കഴിഞ്ഞും മഗ്‌രിബ് കഴിഞ്ഞും 3 പ്രാവശ്യം നിങ്ങൾ മുടങ്ങാതെ ചെയ്യണം. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല അലൈഹി തഫ്സീർ എഴുതിയ മഹാനാണ്. ആ മഹാനവറുകൾ പറയുന്നു, ഞാൻ സ്ഥിരമായി ഇത് പഠിച്ചടം മുതൽ, ഇത് കേട്ടടം മുതൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ട കാലം മുതൽ ഞാൻ ഇത് ചൊല്ലും. ഒരു ദിവസം മദീനയിൽ ഞാൻ നടന്നപ്പോൾ എൻ്റെ കാലിൽ ഒരു തേൾ എന്നെ കുത്തി. ഞാൻ ചിന്തിച്ചു, ഇന്നത്തെ ദിവസം സുബഹിക്ക് ഞാനിത് ചൊല്ലിയിരുന്നില്ല, മറന്നുപോയി. ചില സമയത്ത് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മറന്നുപോകും. അപ്പൊ ഇന്നത്തെ ദിവസം ഞാനത് ചൊല്ലിയില്ല, അതുകൊണ്ടാണ് എന്നെ അത് കുത്തിയത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാണ്. നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമുക്ക് ഒരു മാരകമായ രോഗങ്ങൾ ഉണ്ടാവില്ല സുബഹി കഴിഞ്ഞും മഗ്‌രിബ് കഴിഞ്ഞും. അതേപോലെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഏതെങ്കിലും നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ആ നാട്ടിൽ ഇറങ്ങുമ്പോൾ ഇത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഇദാ നസല മൻസിലൻ ഫൽയഖുൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് ലം യദുറഹു ശൈഉൻ. ഏത് നാട്ടിലേക്ക് നിങ്ങൾ യാത്ര പോയാലും അവിടെ വെച്ച് നിങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇത് പറയുന്നു, ലം യദുറഹു ശൈഉൻ, അവനെ ആ നാട്ടിൽ നിന്നുള്ള രോഗം ബാധിക്കൂല. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ യാത്ര ചെയ്താലും, വള്ളത്തിൽ കയറാൻ പോയാലും, കടലിൽ പോയാലും, ഹോസ്പിറ്റലിൽ പോയാലും നമ്മൾ എപ്പോഴും ഈ ദിക്ർ നിങ്ങൾ പതിവാക്കണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ. സുബഹി കഴിഞ്ഞും മഗ്‌രിബ് കഴിഞ്ഞും 3 പ്രാവശ്യം പ്രത്യേകിച്ച്. അല്ലാഹു തആല എല്ലാ രോഗത്തിൽ നിന്നും, മാരക രോഗത്തിൽ നിന്നും അല്ലാഹു നമുക്ക് ശിഫാ നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താ? ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്കോ മദീനയിലോ ആ നാട്ടിലോ ഒരു പ്രശ്നം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു ദാരിദ്ര്യം വന്നാൽ, ഒരു മാരകമായ രോഗം വന്നാൽ, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ മക്കളോട്, കുടുംബക്കാരോട്, നാട്ടുകാരോടും സഹാബത്തിനോടും പറയും, അമറഹും ബിസ്വലാ, അമറഹും ബിസ്വലാ, സല്ലൂ സല്ലൂ സല്ലൂ. ഇദാ അസാബത്തുഹും ഫാഖത്തുൻ, അവർക്ക് കഞ്ഞി കുടിക്കാൻ വഴിയില്ലാതെ വന്നാൽ, അവർക്ക് ഭക്ഷണം കിട്ടാതെ വന്നാൽ, അവർ ദാഹത്തിലും പരവേശത്തിലുമായി പോയാൽ അവരെല്ലാവരും നേരെ സഹാബാക്കളോട് പറയും, അമറഹും സല്ലൂ, നിങ്ങൾ നമസ്കരിക്കണേ, നമസ്കരിക്കണേ. നമസ്കാരത്തിലൂടെ ഏത് മാരക രോഗങ്ങളെയും അല്ലാഹു ഒഴിവാക്കി തരും, ഏത് കടങ്ങളും അല്ലാഹു വീട്ടി തരും, ഏത് ഇടങ്ങേറും മുസീബത്തുകളും അല്ലാഹു ഉയർത്തിക്കളയും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, ഏത് പ്രയാസങ്ങൾ വന്നാലും അമറഹും ബിസ്വലാ, നമസ്കരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെയും തന്റെ കുടുംബിനികളെയും കൽപ്പിച്ചത്. നമസ്കരിക്കും, നമസ്കരിക്കും, നമസ്കരിക്കും. ഇന്ന് നമ്മള് നിസ്കരിക്കാൻ വരരുത്, നിസ്കരിക്കാൻ വരരുത്, കൊറോണ കൊറോണ, നിസ്കരിക്കാൻ വരരുത്, കൊറോണ ഗോ, കൊറോണ ഗോ, ഗോ കൊറോണ ഗോ, ഗോ കൊറോണ. നിസ്കരിക്കാൻ വരരുതെന്നായി. അള്ളാന്റെ റസൂൽ പറഞ്ഞ എന്താ? ഈ ഇടങ്ങേറ് വന്ന നിസ്കരിക്കണം. സൂര്യഗ്രഹണം സംഭവിച്ചാൽ നബി തങ്ങൾ പള്ളിയിൽ പോയിട്ട് സുജൂദിൽ കിടക്കും. അവിടെ ക്ലിയറായി മാറുന്നത് വരെ സുജൂദിൽ കിടക്കും. അങ്ങനെ ദുആ ചെയ്യും. എഴുന്നേൽക്കുമ്പോൾ റാഹത്തായി, ശാന്തിയായി. നമ്മൾ ഈ മുസീബത്ത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ മൊബൈൽ അളിയ എത്രയെന്ന് പറഞ്ഞാൽ അളിയ അത് നോക്കുന്നത്, എന്തോ നോക്കി നോക്കി മടിപ്പിച്ച് അവസാനം മൊബൈൽ വേണ്ടെന്നായി. ജീവിതത്തിൽ ചക്ക തിന്നാത്തവൻ ചക്ക കൊണ്ട് ഫ്രൈ വരെ ഉണ്ടാക്കി അല്ലാഹുതആല. ഈ ചക്ക അത് നമുക്ക് പാടില്ല, അതൊക്കെ പാണ്ടിക്കാരന്മാർ കൊണ്ടുപോട്ടെന്നുണ്ട്. അല്ലാഹുതആല ഇവനെ കൊണ്ട് തിരിച്ചു. ഉണക്കമീൻ കണ്ട ദേഷ്യം പിടുന്നവൻ ഉണക്കമീനിന് വേണ്ടി ദുആ ചെയ്യുവാൻ തഹജ്ജുദ് എഴുന്നിട്ട്, അല്ലാഹു നാളെ 1 കിലോ ഉണക്കമീനെങ്കിലും കിട്ടണേ അടച്ചവനെ. ഉണക്കമീൻ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തവൻ ആഗ്രഹിച്ചില്ലേ? ഉണക്കമീനിന് വേണ്ടി ആഗ്രഹിച്ചില്ലേ? ഉണക്കമീൻ ആഗ്രഹിച്ചില്ലേ? സ്വന്തക്കാരെയും കുടുംബക്കാരനെയും കാണ്ട് ജീവിതത്തിൽ എപ്പോഴും വീട്ടിൽ വന്നിരുന്നാൽ സ്വന്തക്കാരനും കുടുംബക്കാരനും ഒക്കെ വരുന്ന ഭണ്ഡാരക്കാല ഉമ്മാർ എന്നും ഇവിടെ തന്നെ വന്ന് ഇടങ്ങേറാണല്ലോ എന്ന് ഒരുത്തനും തിരിഞ്ഞു നോക്കാതെ വരുന്ന ആര്? ഭാര്യ അടക്കം. ഭാര്യ വേറെ റൂമിൽ, ഇയാൾ വേറെ റൂമില്ല.
ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പെട്ടിയായിട്ട് വരിക ഭർത്താവ്. ആ ഭർത്താവ് ഉണ്ടാക്കിയ വീട് വാതിലിൽ വന്ന് നിൽക്കുന്നു. സുബൈദ ഗേറ്റ് തുറന്നു. യോ കൊറോണ, ഗോ ഗോ, വരണ്ട, പൊയ്ക്കോളാൻ. സ്വന്തം ഭർത്താവ് ഉണ്ടാക്കിയ വീട്, ആ ഭാര്യയും മക്കളും സൂയിക്കാണ്. ഇയാളെ അവിടുന്ന് വരികയാണ്. ആ വാതിൽ നിൽക്കുന്നു. തുറക്ക് സുബൈദ, ഗേറ്റ്. ഇക്ക, എന്റെ പൊന്നിക്ക, കേരളിക്ക, നിങ്ങൾ അവിടുന്ന് വന്നല്ലേ, അവിടുന്ന് എല്ലാം കൊറോണ ആയിട്ട് വന്നാൽ ദയവേദ അങ്ങ് പൊയ്ക്കോ ഇക്ക. നിങ്ങൾ എവിടെയെല്ലാം പോയി വെള്ളത്തിൽ കടന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് വന്നാൽ മതി. ഇൻഷാ അല്ലാഹ് മരിച്ചോ ഞാൻ മയ്യത്ത് നിസ്കരിച്ചോളാം ഇക്ക, അങ്ങ് പൊയ്ക്കോളി. പെട്ടിക്കകത്തേക്ക് സ്വന്തം നിനക്ക് 5 വളയും കൊണ്ട് അതവിടെ ഇട്ടാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ കൊറോണ പറഞ്ഞ എടുത്തോളാം. ഇക്ക അങ്ങ് പൊയ്ക്കോ. ആ പെട്ടിയോട് വള, നിനക്ക് 5 വളയുണ്ട്, കുലിസുണ്ട്, പാദസരുണ്ട്, അരിഞ്ഞാണമുണ്ട്, അരിക്കത്തി, വാല, ചിമിക്കി, ഇതെല്ലാം ഉണ്ട്. അതിനകത്ത് കൊറോണ. അതിൽ പിടിക്കൂല കൊറോണ, സ്വർണ്ണത്തിൽ പിടിക്കൂല എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ഇക്ക അതാ മതിലിന്റെ സൈഡിൽ വെച്ചിട്ട് ഇക്ക പോയിക്കോ, ഇക്ക പിള്ളേ വരല്ലേ പ്ലീസ്. സ്വന്തം ഭർത്താവിനെ ഓടിച്ചുവിട്ടില്ലേ? നമ്മൾ കണ്ടതല്ലേ, ഇതൊക്കെ കണ്ടല്ലേ, ഞാൻ വെറുതെ പറയണോ? ഇല്ല ഉസ്താദേ, എന്താ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം? എന്ത് ബന്ധമായത്? എന്ത് സ്നേഹമായത്? ഇതായിരുന്നോ ഭർത്താവ്? എന്നാൽ എന്റെ മടിയിൽ കിടന്ന് നീ മരിച്ചു, അതാണ് എന്റെ ഇഷ്ടം. മരിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും മരിക്കാം. അതല്ലേ ചിന്തിക്കേണ്ടത്? അതല്ലേ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം? അതല്ലേ ചിന്തിക്കേണ്ടത്? എത്ര വലിയ മാരകമായ രോഗങ്ങളെല്ലാം ലോകത്തുണ്ടായിട്ടുണ്ട്. എല്ലാവരും വിട്ടിട്ട് പോയോ? ഈ സമയത്തല്ലേ ഒരു രോഗം വരുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ ഭർത്താവിനെ നമ്മൾ പരിചരിക്കേണ്ടത്? ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഏറ്റവും വലിയ അനുഗ്രഹമായി പറഞ്ഞ ഒരു വാക്കെന്താണ് സഹോദരങ്ങളെ? ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തുഫിയ ഫീ ബൈതി വബൈന സഹരി വനഹരി വജഅല റീഖി വരീഖി. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹു എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് പറയട്ടെയോ? ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് എന്റെ നെഞ്ചിൽ കിടന്നിട്ടാണ്. മാത്രമല്ല എന്റെ ഉമിനീരും എന്റെ തുപ്പുനീരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീരും അല്ലാഹു ഒരുമിപ്പിച്ച് യോജിപ്പിച്ചത് എനിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കൊറോണയുടെ സമയത്ത് നമ്മളെങ്ങാണ് ഒന്ന് തുമ്മിയാൽ, ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ തുമ്മിയാൽ, ഭാര്യയുടെ മുന്നിൽ ഭർത്താവ് തുമ്മിയാൽ, ഈ പറയുമ്പം സെക്സാന്ന് പറയരുത്. ഗവൺമെന്റ് പറഞ്ഞ് നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടണം, പക്ഷെ ചുണ്ട് തമ്മി ഉമ്മ വയ്ക്കാൻ പാടില്ല. മാസ്ക് വെച്ചിട്ട് ബന്ധപ്പെടണത് എന്തൊരു പരിപാടിയാണ് പറഞ്ഞ കേട്ടായിരുന്നു നിങ്ങൾ? അങ്ങനെ പറഞ്ഞ ചിലപ്പോൾ അതിപ്പോ പറയുമ്പോൾ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കും. ആ പ്രത്യേക എംബ്ലം തന്നെ വെച്ചു. ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ചുണ്ടും സ്പർശിക്കാൻ പാടില്ല ഭാര്യയും ഭർത്താവും. ഇടയ്ക്ക് ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് വെക്കണം. അത് ചൂടാക്കി വെച്ചാൽ ഏറ്റവും നല്ലതായിരുന്നു. പിന്നെ ഒരിക്കലും ചുംബിക്കണ്ടായിരുന്നല്ലോ. എന്താ തുപ്പല് ഉമിനീര് തമ്മിൽ അങ്ങോട്ട് കൊറോണ അതിൽ കൂടെ കയറി ഇതിലെ കൂടെ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. വേറെ ഒന്നും വരില്ല. നിബിധങ്ങൾ പറഞ്ഞ എന്താ? അപ്പൊ ഈ കൊറോണയുടെ സമയത്ത് ഈ കുട്ടികളൊക്കെ പ്രസവിക്കുമ്പോൾ തൊട്ടുകൊടുക്കലില്ല. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പം കൊറോണ. ഉസ്താദിന് തൊട്ടുകൊടുത്ത ഉസ്താദിന്റെ കൊറോണ അങ്ങനെ എന്റെ കുഞ്ഞിക്ക് പിടിച്ചാല് കൊറോണ മോളെന്ന് പേര് വരില്ലേ? ഇനി ഭാവിയിൽ തൊട്ടുകൊടുക്കൽ പരിപാടിയെ ഇല്ലാതായിപ്പോയി. കൊറോണ ഇപ്പോഴും കൊടുക്കുന്നില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വീട്ടിൽ ഞാൻ പോയി. കുട്ടിക്കാരാ തൊട്ടൊന്നും കൊടുത്തില്ല, പാങ്ക് വിളിച്ചതേ ഉള്ളൂ, പിന്നെ സംസം വെള്ളം ഇച്ചിരി കൊടുത്തു. അതിന് ഈ തൊട്ട് കൊടുക്കാൻ കൊറോണ അല്ലേ, ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോന്ന്? എങ്ങനെയുണ്ട്? ആ സുന്നത്ത് പോയില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി. ഇങ്ങനെയാണോ നമ്മളിങ്ങനെയാണ് ധരിക്കുന്നത്? ഈ കൊറോണ എന്ന് പറഞ്ഞ സംഭവം എന്നറിയോ? നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മളെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണിത്. ചുമ്മാ വെറുതെ പോയിട്ടൊന്ന് പരിശോധിച്ചിട്ട് കൊറോണ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. എത്ര പേര് അറ്റാക്ക് വന്ന് മരിച്ചു? പെടാന്ന് മലന്നടിച്ച് അവിടെ പോയി പോസിറ്റീവാന്ന് പറയുമ്പോൾ ഇതാ കിടക്കുന്നു. മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാൻ കണ്ടതാണ്. ലണ്ടൻ ഈ കൊറോണ സമയത്ത് ലണ്ടനിൽ ഒരു അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഫുഡിൽ എന്തോ ചെറിയ പോയിസൺ ഉണ്ടായെന്ന് പറഞ്ഞു. ഒരു കുട്ടിയെ ഹോസ്പിറ്റലിലൂടെ വയറിന് എന്തോ വേദന. അങ്ങനെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ എന്താ കഴിച്ചത്? നോക്കുമ്പോൾ വേറെ അസുഖമൊന്നുമില്ല. രാവിലെ എന്താ കഴിച്ചത്? ഡോക്ടർ എഴുതി രാവിലെ കഴിച്ചത് ബർഗർ 64 കുട്ടികളുണ്ടായിരുന്നു. ബർഗർ കഴിച്ചത് കൊണ്ടായി സംഭവിച്ചു എന്ന് പറഞ്ഞു. വേറെ ഒന്നും അസുഖമൊന്നുമില്ല. ഡോക്ടർ എഴുതി ബർഗർ കഴിച്ചാൽ അതല്ല, വേറെ മാർഗമൊന്നുമില്ലല്ലോ. കുട്ടി ICUവിൽ കിടക്കുകയാണ്. അപ്പൊ അതുവരെയ്ക്കും ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഉച്ചവരെയായിട്ട് കുഴപ്പമില്ല. ഉച്ചയായപ്പോൾ ആരോ പറഞ്ഞു,
ആ കുട്ടി സുഖമില്ലാതായത് ബർഗർ കഴിച്ചിട്ടാണ്. രാവിലത്തെ ഇവിടുത്തെ നാസ്ത ബർഗർ ആയിരുന്നു. ഈ 64 കുട്ടികൾ ഛർദ്ദിക്കാൻ തുടങ്ങി. അതിലെ 4 കുട്ടികൾ അറ്റാക്ക് വന്നു വീണു. യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല, ഒരു കുഴപ്പമില്ല. എന്നാൽ അതിൽ നിന്ന് 1-2 കുട്ടികൾ വീട്ടിലേക്ക് പോയിരുന്നു. അവർക്ക് ഒരു പ്രശ്നമില്ല, കാരണം അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഈ ബർഗറിൽ നിന്നാണ് നിങ്ങൾക്ക് രോഗം വന്നതെന്നും അതുകൊണ്ടാണ് ആ കുട്ടി അറ്റാക്ക് വന്നതെന്നും അതുകൊണ്ടാണ് ആ കുട്ടി ICUവിൽ കിടന്നതെന്നും അതുകൊണ്ടാണ് ഇവർ മരിച്ചതെന്നും അതുകൊണ്ടാണ് ഇവർ ഛർദ്ദിച്ചതെന്നും ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കാണ് ബാക്കിയുള്ളവർക്ക് പ്രശ്നമായത്. അതുവരയ്ക്കും ആർക്കും ഒന്നും അറിഞ്ഞില്ലായിരുന്നു. ഇതൊരു ഹിക്മത്താണ്. ഇപ്പൊ കൊറോണ എന്ന് നമ്മൾ അറിഞ്ഞപ്പോ എത്ര പേര് അറ്റാക്ക് വന്നത്, എത്ര പേര് ആത്മഹത്യ ചെയ്തു. മണ്ടന്മാരെ, എന്നാ കൊറോണ വന്ന് നീ അങ്ങനെ ചാവ്, നീ ആത്മഹത്യ ചെയ്യാതെ. എത്ര പേര് ആത്മഹത്യ ചെയ്തു കൊറോണ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മളെ ഇടങ്ങേറാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഒരു പറ്റം കോർപ്പറേറ്റുകളുടെ ഒരു പരിപാടികളാണ് ഇതെല്ലാം. ഇതിപ്പോൾ എത്ര വിറ്റു, ആർക്കും വേണ്ട സംഭവിച്ചാടെ മാസ്ക് എത്ര വിറ്റു, എത്ര പേര് എൻ്റെ കച്ചവടം നടത്തി, എത്ര പേരാ നമ്മൾ സൂക്ഷിച്ച് മേടിച്ച് വെച്ചിരുന്നത്. നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്നു പോയി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ. എത്ര മയ്യത്തുകളാണ് കുളിപ്പിക്കാൻ പറ്റാതെ, എത്ര മയ്യത്തുകളാണ് നമസ്കരിപ്പിക്കാൻ പറ്റാതെ അടക്കം ചെയ്തത് എന്നാലോചിച്ച് നോക്കി. എത്ര മയ്യത്തുകളാണ്. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. സ്വന്തം കൈ കൊണ്ടുപോലും തൊടാനോ എടുക്കാനോ പറ്റാത്തത്. ഇന്നും നിങ്ങൾ തിരുവനന്തപുരത്ത് വരീൻ, 64 കൊറോണ മയ്യത്ത് സ്വന്തം കൈ കൊണ്ട് കുളിപ്പിച്ചിട്ട് ഈ തിരുവനന്തപുരത്ത് പലർക്കും കൊറോണ വന്നിട്ടുണ്ട്. വരാത്ത ഒരാളിനെ ഞാൻ കാണിച്ചു തരാം. തിരുവനന്തപുരത്ത് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ 64 കൊറോണ മയ്യത്ത് അയാൾ സ്വന്തമായിട്ട് കുളിപ്പിച്ചു. അയാൾ കയ്യിലൊന്നും സിനാപ്പി ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, കുളിപ്പിച്ചു. നമുക്ക് ആ പേടിയാ, പാമ്പ് കടിച്ചാൽ ചാവൂല. പാമ്പ് കടിച്ചു നമ്മളങ്ങനെ അറിഞ്ഞാൽ പോയി സംഭവം ഔട്ടായി. നമ്മളെ കടിച്ച് ചിലപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോ എന്തെങ്കിലും എന്തോ ഒന്ന് കടിച്ചു, എന്തോ ഒന്ന് കടിച്ചു. പാമ്പാ കടിച്ചത് സംഭവം, മൂർഖനായിരിക്കും കടിച്ചത്. അറിയാതെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ചെറുതായിട്ട് ചോര വരുന്നത്, എന്തോ ഒന്ന് കടിച്ചാൽ. ഇപ്പൊ വീട്ടിൽ ഉമ്മ പറയും അത് വല്ല എലിയോ അല്ലെങ്കിൽ മുള്ളു വല്ലതും കൊണ്ടതായിരിക്കും. എന്നാ റാഹത്തായിട്ട് മിണ്ടാണ്ടിരിക്കും. വേണ്ട എവനെങ്കിലും വന്ന് ആ പള്ളിയുടെ പരിസരം തന്നു, അവിടെ ഒരു മൂർഖനെ ഞാൻ ഇന്നലെ കണ്ട്, അതായിരിക്കും സംഭവം, എന്നെ കടിക്കാം. തീർന്ന അയാളുടെ വഴി അപ്പളെ തീർന്നു. പിന്നെ അടുത്ത കവർ വെട്ടിയാണ്. ഇതാണ് മനുഷ്യൻ ടെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രോഗം വരുമ്പോൾ ഡോക്ടർ നേരിട്ട് ബൈസ്റ്റാൻഡിനെ വിളിക്കുന്നത്. രോഗിയോട് പറയൂല, ബൈസ്റ്റാൻഡിനെ വിളിച്ചിട്ട് പറയും ആ മുഴുവൻ പാവം ക്യാൻസറായി പോയി, നിങ്ങൾ എന്നെ ആരെങ്കിലുമൊക്കെ അറിയിക്കണം, അത് ആവശ്യമുള്ളതെല്ലാം കൊടുത്തോളി, അങ്ങനെ അങ്ങ് പോകട്ടെ, അങ്ങനെ അങ്ങ് പോട്ടെ. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചാൽ എന്താ പറഞ്ഞത്? ഇല്ല, അസുഖമൊന്നുമില്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കാനാണ് വീട്ടിൽ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. അയാള് പിന്നെയും 10 വർഷം ജീവിക്കും. എനിക്കറിയാവുന്ന എത്ര സംഭവങ്ങളുണ്ട്. 10 വർഷം പിന്നെയും ജീവിക്കും. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഒരു മനക്കരുത്തി എപ്പോഴും നമുക്ക് വേണം. നമ്മൾ എപ്പോഴും അള്ളാഹുവിലേക്ക്, നമ്മൾ എന്ത് പ്രശ്നം വന്നാലും വിധങ്ങൾ നിസ്കരിച്ച് സുജൂദ് ചെയ്ത് ദുആ ചെയ്ത് നമുക്കതിന് പരിഹാരമില്ലേ? നമുക്ക് പരിഹാരമില്ലേ? നമ്മൾ ദുആ ചെയ്തുകൂടെ? ദുആ ചെയ്ത് നമുക്ക് പരിഹരിക്കാമല്ലോ. ദുആ ചെയ്ത് നമുക്ക് പരിഹരിക്കാമല്ലോ. ഇത് ഇന്നുകളിൽ അല്ലല്ലോ ഈ മുസീബത്തിൽ ഇറങ്ങാൻ തുടങ്ങിയത്. മദീനയിൽ ഇറങ്ങാം, മദീനയിലും മക്കയിലും ഇറങ്ങൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വബാ താഊന് വരൂല എന്ന് പഠിപ്പിക്കുമ്പോൾ ഓർക്കണം, ഇത് ആ കാലഘട്ടത്തിൽ ഇതുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അതുകൊണ്ടല്ലേ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആയിൽ തന്നെ മിനൽ വബാഇ വത്താഊനി എന്നൊക്കെ പണ്ട് മഹാന്മാരൊക്കെ ദുആ ഉണ്ടാക്കി വെച്ചത് എന്താ? ഇങ്ങനെയൊക്കെ ഉള്ള സംഭവം പണ്ടേ ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ അത് ഓതി ദുആ ചെയ്യുന്നു, അല്ലേ? നമ്മൾ ദുആ ചെയ്യുന്നു മിനൽ വബാഇ വത്താഊൻ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത എന്താണ്? നമ്മൾ ചെയ്യേണ്ട ബാധ്യത എന്താ? നമസ്കാരം കഴിഞ്ഞ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് നമ്മൾ ചോദിച്ചിട്ടില്ല. കേട്ടോ ഹദീസ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സല്ലല്ലാഹു അൽ അഫ്വ വൽ ആഫിയ. നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിനോട് ആഫിയത്തിന് വേണ്ടി ചോദിക്കണേ. ആരോഗ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കണമെന്ന്. നമ്മൾ ആരോഗ്യം ചോദിക്കുന്ന എപ്പോഴാ? ഐസിയുല് വാപ്പ കിടക്കുമ്പോ കത്തെഴുതിയിട്ട് പള്ളിയിലെ ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഉസ്താദേ, എന്റെ വാപ്പ ഐസിയുലാണ്, ദുആ ചെയ്യണേ ഉസ്താദേ. ഉസ്താദേ, എനിക്ക് ചെറിയൊരു നെഞ്ചുവേദന, ഞാൻ ഓപ്പറേഷന് പോവാണ്, ദുആ ചെയ്യണേ ഉസ്താദേ. ഉസ്താദേ, എന്റെ ശരീരത്തിന് വല്ലാത്ത ഒരു വേദന ഒരിക്കലും മാറുന്നില്ല, ഒന്ന് ദുആ ചെയ്യണേ ഉസ്താദേ. ഒരു രോഗം വരുമ്പോഴാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അത് വരുന്നതിന് മുമ്പേ അതിന്റെ മാസ്കാണ്, അതിന്റെ സാനിറ്റൈസറാണ് ദുആ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ആരോഗ്യവാനായിരിക്കുമ്പോ, ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുമ്പോ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ?
നിസ്കാരം കഴിഞ്ഞോണ്ട് എന്റെ കടം മാറണേ അല്ലാ, എന്റെ വീടിന്റെ വാലുകാഴ്ച എളുപ്പം നടക്കണേ അല്ലാ, എന്റെ കുട്ടിയുടെ അഡ്മിഷൻ കിട്ടണേ അല്ലാ, എന്റെ മോളെ പരീക്ഷയിൽ ജയിപ്പിക്കണേ അല്ലാ, എന്റെ ഭാര്യയുടെ പ്രസവം എളുപ്പമാക്കണേ അല്ലാ, ഒരു രണ്ടാൺകുട്ടി ഒരുമിച്ച് തരണേ അല്ലാ, പടച്ചവനെ. ഇതൊക്കെയല്ലേ നമ്മുടെ ദുആ. ചാകര തരണേ അല്ലാ, നല്ല കച്ചവടം തരണേ, ഇതൊക്കെയല്ലേ നമ്മുടെ ദുആ. അല്ലാഹു എന്റെ ശരീരത്തിന് നീ ആഫിയത്ത് ആരോഗ്യം തരണേ അല്ലാ, എന്റെ ശരീരത്തിന് ആഫിയത്ത് തരണേ അല്ലാ, എത്ര പേര് ദുആ ചെയ്യുന്നുണ്ട്. എന്നാൽ ആദ്യം ചെയ്യേണ്ടത് അതാ. തയ്യാറുണ്ടോ? ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുൻകരുതൽ, നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ആദ്യം ദുആ ചെയ്യണം. സല്ലല്ലാഹ അൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, ആഫിനി ഫീ സമഇ, ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിന്, എന്റെ കണ്ണിന്, എന്റെ കാതിന്, എന്റെ അവയവങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ. നീ അല്ലാതെ ആരുമില്ല അല്ലാ, ആഫിയത്ത് നൽകാൻ ആരുമില്ല അല്ലാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്, സഹാബാക്കളോട് പഠിപ്പിച്ചു കൊടുത്തതുമാണ്. ഞാനും നിങ്ങളും അത് വിട്ടുപോയതാണ് ഈ രോഗം നമ്മളെ പിടികൂടാൻ കാരണം. പക്ഷെ നമ്മൾ നിസ്കാരത്തിൽ അല്ലാഹു തആല അത് ചേർക്കുന്നുണ്ട്. നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഗൗരവം അറിയുന്നില്ല. റബ്ബി ഗുഫ്ർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എനിക്ക് ആഫിയത്താണ്. നിസ്കരിച്ചിട്ട് വേണ്ട ആഫിയത്തിന് ചോദിക്കാൻ. നിസ്കാരമില്ലാത്തവൻ എപ്പോഴാണ് ഇത് ചോദിക്കുക? നിസ്കാരത്തിൽ വേണ്ട ഇത് ചോദിക്കാൻ. നിസ്കാരത്തിൽ ചോദിക്കുമ്പോൾ അള്ളാഹുവായിട്ടുള്ള മുനാജാത്താണ്. ആഫിയത്ത് എന്നാ ചോദിക്കുന്നത്. അല്ലാതെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോഴല്ല ആഫിയത്ത് ചോദിക്കേണ്ടത്. ഈ ആരോഗ്യം ഉള്ളപ്പോൾ ഈ ആഫിയത്ത് നിലനിർത്താൻ ദുആ ചെയ്യണം പടച്ചവനോട്. സുബഹി നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. അതല്ലാതെ ഹൈവേ റോഡിൽ കൂടെ താഹക്ക് എവിടെ പോവാ, മിണ്ടല്ലോ, ഇപ്പൊ മിണ്ടാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞു 6 മണിക്കൂർ കഴിഞ്ഞ് മിണ്ടാവുന്ന പറഞ്ഞത്. ഇത് തന്നെ ഇയാളുടെ പരിപാടി. രാവിലെ ഇതിലെ കൂടെ പോകുന്ന കാണാം, 3 ദിവസം കഴിഞ്ഞ ആളെ കാണുന്നില്ല. ഒക്കെ നമ്മളിൽ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഇതിലെ കൂടെ ഇങ്ങനെ പോകുന്ന കൈയൊക്കെ വീട്ടി. ഈ അറിഞ്ഞില്ല നീ സംഭവം. രാവിലെ മീൻ വണ്ടി തട്ടി ആൾ മരിച്ചു പോയിരുന്നു. പാവം. കുറച്ച് നാളിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇയാൾ ഇങ്ങനെ ഓടിയത്. കഷ്ടം. എന്താ ഓട്ടം ഓടിയത്. കുറച്ചാളുടെ ഓടാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടിയതാണ്. കുറച്ച് അവസാനം എന്താ സംഭവിച്ചത്? പത്രം വന്നു, പ്രഭാത സവാരിക്കിടെ വണ്ടി തട്ടി മരിച്ചു. സൈനുദ്ദീൻ 69 വയസ്സാ കിടക്കുന്നു. സംഭവം ശരിയല്ലേ? അവിടെ ഇച്ചിരി ഒഴിഞ്ഞ സ്ഥലത്തിലൊക്കെ പോയിട്ട് നിങ്ങൾ നടക്കുമ്പോൾ രാവിലെ മീൻ കച്ചവടക്കാരന്മാർ മീൻ കൃത്യസമയത്ത് കൊണ്ട് എത്തിക്കാൻ വേണ്ടി ആവുമ്പോൾ സക്രാത്ത് ഹാലിലാണ് ഓടുന്നത്. ജിബിരിയിൽ പോലും ഇങ്ങനെ ഓടൂല. അപ്പോൾ അതിനനുസരിച്ചുള്ള പോക്കിൽ നമ്മളെങ്ങാനും ഇവങ്ങ എക്സർസൈസ് ചെയ്യാൻ പോകുന്ന ആളാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കിബില തെറ്റിയായിരിക്കും, പിന്നെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോയി കിടക്കുക. അപ്പം അതുകൊണ്ട് മിണ്ടാതെ നിങ്ങൾ കടപ്പുറത്ത് പോയിട്ട് ഓടി. രാവിലെ കുറച്ച് ഏറ്റവും നല്ലത് രാവിലെ വീട്ടിൽ നിന്ന് ഒന്നുവെടുത്തിട്ട് സുബൈക്ക് നടന്ന് പള്ളിയിലേക്ക് പോകാം. ബെസ്റ്റ്. നിങ്ങൾ രാത്രി നിങ്ങൾ നടന്ന് പള്ളിയിലേക്ക് വരുന്നവർക്ക് നാളെ ഏറ്റവും വലിയ പ്രകാശം കൊണ്ട് അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. അത് പള്ളിയിലേക്ക് നിങ്ങൾ ഒന്നുകൊടുത്തിട്ട് വാ. രാവിലെ റഹ്മത്ത്. ഓരോ ചുവട് വെക്കുന്നതോടും 10 നന്മ, 10 തിന്മ ഡിലീറ്റ്, 10 നന്മ ATM-ല്, 10 തിന്മ ഡിലീറ്റ്, 10 തിന്മ ATM-ല്, നന്മ ATM-ല്. ഇങ്ങനെ വരികയാണ് അല്ലാഹു തആല. എത്ര എളുപ്പമുണ്ട്. ഒന്നുവെടുത്തിട്ട് വീട്ടിൽ നിന്ന് വരണം. അവിടെ വീട്ടിൽ ബാത്റൂമിൽ പോകുന്നവരും പള്ളിയില്ല. പെട്ടെന്ന് ചാടി പിടിച്ച് ഇവിടെ വന്നിട്ടാണ് ബാത്റൂം. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം തീർന്നു നിസ്കാരം. അതുകൊണ്ട് നേരത്തെ എഴുന്നേക്കണം. തഹജ്ജുദ് 4:30 എഴുന്നേക്കണം. അരമണിക്കൂർ നേരത്തെ എഴുന്നേക്കണം. എഴുന്നേറ്റ് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയണം. രാത്രി അള്ളാഹുവായിട്ടുള്ള മുനാജാത്ത് ഒറ്റയ്ക്ക് നല്ല സുഖമാണ്, റാഹത്താണ്, നല്ല ടേസ്റ്റാണ്. അങ്ങോട്ട് പറ. ആഫിയത്തോണ്ട് ദുആ ചെയ്യ്. പൊട്ടിക്കര സുജൂദിൽ കിടക്ക്. 2 റക്അത്ത് ആജിദ് സ്കെച്ചിൽ പറ. നീ ആഫിയത്ത് തരണേ, നെഞ്ചുവേദന മാറ്റി തരണേ, മുട്ടുവേദന മാറ്റി തരണേ അല്ലാ, നടുവേദന മാറ്റി തരണേ അല്ലാ. പൊട്ടിക്കരഞ്ഞൊന്ന് പറഞ്ഞു നോക്ക്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനോട് നമസ്കാരത്തിലൂടെ ക്ഷമയോടുകൂടി അല്ലാഹുവിനോട് നിങ്ങൾ സഹായം തേടണേ. തീർച്ചയായും ക്ഷമ അവലംബിക്കുന്നവനോടൊപ്പമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യം അവൻ ഏറ്റെടുക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നമസ്കാരത്തിലൂടെ സഹായം തേടണേ. പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദാരിദ്ര്യങ്ങളോ കടങ്ങളോ നേരിട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ നേരെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമത്രേ. അതിലൂടെയാണ് അവരുടെ രക്ഷ, അതിലൂടെ നമുക്ക് സഹായം.
എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് വൃത്തിയായി കുളിച്ച് റെഡിയായി കൈകാലുകളൊക്കെ കഴുകി റാഹത്തായിട്ടല്ലേ പള്ളിയിൽ പോകണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പല്ല് തേച്ചിട്ട് സുബൈക്ക് പോകണം പള്ളിയിൽ. അല്ലാതെ അങ്ങനെ സഫി പോയതോടെ വാ തുറന്നാൽ അടുത്ത ആൾ അറ്റാക്ക് വന്ന് കൊറോണ. ഇത് കൊറോണ അല്ല, അതിനേക്കാളും വലിയ ഒരു വായുവാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് രാത്രി ഉറക്കൽ എഴുന്നേറ്റാൽ പല്ല് തേക്കണമെന്ന് ഇസ്ലാമാ പഠിപ്പിച്ചത്. മൂത്രം ഒഴിച്ചാൽ കഴുകണമെന്ന് ഇസ്ലാമാ പഠിപ്പിച്ചത്. നിന്ന് പെടുക്കരുതെന്ന് ഇസ്ലാമാ പഠിപ്പിച്ചത്. കൈ കഴുകാതെ പാത്രത്തിൽ കൈയിടല്ലേ എന്ന് ഇസ്ലാമാ പഠിപ്പിച്ചത്. വെള്ളം കുടിക്കണേന്ന് ഇസ്ലാം പഠിപ്പിച്ചു. രാവിലെ നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ വെറും വയറ്റില് ഈ തേൻ ഒഴിച്ച് വെള്ളം തേനകത്ത് കലർത്തി കഴിക്കണം. നബി തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ പുതിയ കണ്ടുപിടുത്ത തേൻ, കരിഞ്ജീരകവും തേനും കൊറോണയ്ക്ക് നല്ലതാണ്, ചുമയ്ക്ക് നല്ലതാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിൽ ഹബ്ബത്തി സൗദാഇ ശിഫാഉ മിൻ കുല്ലി ദാ ഇല്ലൽ മൗത്ത്. മരണമൊഴിച്ച് എല്ലാ രോഗത്തിനും കരിഞ്ജീരകത്തിൽ ശിഫയുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ ശാസ്ത്രം കണ്ടുപിടിച്ചു കരിഞ്ജീരകത്തിൽ എല്ലാ രോഗത്തിനും ശിഫയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡോക്ടർ മുഹമ്മദ് എന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വലിയ വിലയില്ല. ഡോക്ടർ മുഹമ്മദ് MA MD MBS MDCH ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വിലയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ ഡോക്ടർമാർ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നത് കരിഞ്ജീരകത്തിൽ ശിഫയുണ്ട്, തേനിൽ ശിഫയുണ്ട്. വഫീഹി ശിഫാഉൽ ലിന്നാസ്. തേനിൽ ശിഫയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ. വിശ്വസിച്ചൂടെ? 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 തേന് കഴിക്കും. രാവിലെ നിങ്ങൾ ഒരു സ്പൂണ് തേനെടുത്ത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കലക്കിയിട്ട് വെറും വയറ്റിൽ കുടിക്കണം. രാവിലെയും രാത്രിയും നിങ്ങൾ കുടിച്ചിട്ട് കിടക്കണം. ഖുർആനും അതീതല്ലേ. വയറ്റിന്റെ രോഗം എല്ലാം മാറിക്കിട്ടും. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കാൻ മാൻസലല്ലാഹു ദാഅ ഇല്ലാ അൻസലല്ലാഹു ദവാഅ. കൊറോണയ്ക്ക് മരുന്നില്ല എന്ന് പറയരുത്. എല്ലാ എബോളയ്ക്ക് മരുന്നില്ല എന്ന് പറയരുത്. എയ്ഡ്സിന് മരുന്നില്ല എന്ന് പറയരുത്. സത്യവിശ്വാസികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അൻസലല്ലാഹു ഏതൊരു രോഗമാണോ അല്ലാഹു ഭൂമിയിൽ ഇറക്കുന്നത്, ഇല്ലാ അൻസലല്ലാഹു ദവാ, ആ രോഗത്തിന് പരിഹാരമായി മരുന്നും അല്ലാഹു ഇറക്കാതെയില്ല. രോഗമിറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മരുന്നും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ഇത് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്. രോഗത്തിന് കൊറോണയ്ക്ക് മരുന്നില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം അടിച്ചു പോകും. ഇതിപ്പോൾ കൊറോണ വന്ന ഭൂരിഭാഗം പേര് ഇവിടെ ഇരിക്കുന്നവർ കൊറോണ വന്നവരായിരിക്കും. കൊറോണയ്ക്ക് മരുന്നില്ല, നിങ്ങൾ രക്ഷപ്പെടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുമോ? ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കേണ്ടി വന്നേനെ. മഗ്ഫിറത്ത് അല്ലാഹുവേ, ആ കൊറോണ പിടിച്ച് മരിച്ച ഞങ്ങളുടെ പുറക്കാട്ടുകാർക്കെല്ലാം നീ ഓർത്തു കൊടുക്കണേ ദുആ ഇരുന്നേ. ഇവിടെ മതപ്രസംഗം നടക്കൂല. കാരണം പ്രസംഗിക്കാൻ കേൾക്കാൻ ആളില്ലല്ലോ. ഷിയാക്കന്മാർ മരിച്ചു പോയി എത്രയോ പേര്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അള്ളാഹു അവരുടെ ഖബർ സന്തോഷം കൊടുത്ത ഒരു ശുഹദാക്കളുടെ പട്ടികയിൽ അള്ളാഹു തആല അവരെ ഉയർപ്പെടുത്തുമാർ. ശുഹദാക്കളുടെ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ, ഉസ്താദ്മാർ, വലിയ വലിയ മഹാന്മാർ, പണ്ഡിതന്മാരെല്ലാം മരണപ്പെട്ടു. ശുഹദാക്കളുടെ പട്ടികയിൽ അള്ളാഹു. കാരണം വബാഉ താഊൻ വന്ന് മരണപ്പെട്ടാൽ അവർക്ക് ഷഹീദിന്റെ കൂലിയാണെന്നാണ്. പേടിക്കേണ്ട കാര്യമില്ല, ഷഹീദിന്റെ കൂലിയാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആരെയും കുളിപ്പിക്കേണ്ടത്. ഷഹീദിങ്ങളെ കുളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ശുഹദാക്കളെ കുളിപ്പിക്കേണ്ടല്ലോ. അത് ഒരു ഹിക്മത്താണ്. ശുഹദാക്കളെ കുളിപ്പിക്കേണ്ട കാര്യമില്ല, നേരെ കൊണ്ടങ്ങ് അടയ്ക്കാൻ മതി. അപ്പൊ ഇവർ വബാഉ താഊൻ വന്ന് മരണപ്പെട്ട ഒരു ഷഹീദാണ്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ ഇവരെയും കൊണ്ടുപോയി അടയ്ക്കും. മയ്യത്ത് നിസ്കാരം വേണം. നമുക്കും അവർക്ക് നിസ്കരിപ്പിക്കാൻ പറ്റില്ല. ദൂരമൊക്കെ എത്ര ആംബുലൻസിനെ ആ മയ്യത്ത് നിസ്കരിപ്പിച്ചെന്നറിയാമോ? നമ്മള് ആംബുലൻസ് അവിടെ കൊണ്ട് നിർത്തും, അങ്ങോട്ട് നോക്കി അല്ലാഹു അക്ബർ. ആംബുലൻസിന് എത്ര മയ്യത്ത് നിസ്കരിക്കപ്പെട്ട ആംബുലൻസ് അതിലേക്കൂടെ പോകുന്നത്. കാരണം എങ്ങനെ തൊടാൻ സമ്മതിക്കണ്ട പയ്യന്മാർ, തൊടാനും സമ്മതിക്കില്ലൊന്നുമില്ല. 2 ചാക്ക് ബ്ലീച്ചിങ് പൗഡർ അല്ലേ ഇടുന്ന ഒരു മയ്യത്തിന്റെ മുകളിൽ. കഷ്ടം, പാവം. ഇപ്പൊ വന്ന് ഇപ്പൊ കൊറോണ പിടിച്ചവൻ അടുത്ത് പോയിരിക്കാം, തടവാം, കുളിപ്പിക്കാം, മൂക്കി കൈയിടാം, മണപ്പിക്കാം, മുത്താം, ചുംബിക്കാം, എല്ലാം ഇപ്പൊ ജായിസായി, ഹലാലായി. ആദ്യം ഇതെല്ലാം ഹറാമായിരുന്നു, ഇതിപ്പോ എല്ലാം ഹലാലായി. ഇപ്പൊ 6 അടി മണ്ണ് മതി, ഇപ്പൊ 10 അടി ഒന്നും വേണ്ട. ഇപ്പൊ ഭർത്താവിനെ ചികിത്സിക്കാം. ഭർത്താവിന് ഭാര്യയ്ക്ക് കൊറോണ വന്നാലും ഭാര്യയ്ക്ക് ഭർത്താവിന് കൊറോണ വന്നാലും ചികിത്സിക്കാൻ കുഴപ്പമില്ല. അന്ന് പാടില്ല. പഠിച്ചവനെ പാവ എത്ര പേരാ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും പറ്റാതെ ഒരവസ്ഥയൊന്ന് ആലോചിച്ചു. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ മനുഷ്യൻ ദുർബലനാണ് എന്നതിൽ നമുക്ക് മനസ്സിലാവണം, അല്ലേ? അല്ലാഹു തആല ഇതിൽ നമുക്ക് നൽകിയ ഒരു പാഠം, മനുഷ്യൻ ദുർബലനാണ് കേട്ടോ. ദുർബലനാണ്.
വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർള്, ഭൂമിയിൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല എന്നും നീ നിരാശനായ നിന്നെ കൊണ്ട് ഒരു കാര്യവും ഇവിടെ ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമാക്കിയത് നമ്മൾ നേരിൽ കണ്ടത് കൊറോണയുടെ കാലഘട്ടത്തിലാണ്. മനുഷ്യൻ ആ മയ്യത്ത് തൊടുന്നില്ല, JCB കൊണ്ടുവന്ന് തള്ളുകയാണ്. എന്നാൽ മനുഷ്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? വലഖദ് കറംനാ ബനീ ആദം وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വ്യക്തിയെ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ യതൂഫു ബിൽ കഅബ وهو يقول ما أطيبك وأطيب رائحتك لما غفرت لي وما أعظمك وأعظم حرمتك لما غفرت لي. ഒരു സാധുവായ സ്വഹാബി ആ കഅബയുടെ ഖില്ല പിടിച്ചിട്ട് പറയുകയാണ്, കഅബേ, നിനക്ക് എത്രത്തോളം ഹുർമത്താണുള്ളത്, നീ എത്രത്തോളം സുന്ദരിയാണ്, എത്രത്തോളം മണമാണ്, എത്രത്തോളം രസമാണ്, എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ കഅബേ. അതുകൊണ്ട് ഈ കഅബയുടെ ഹുർമത്ത് കൊണ്ട് എനിക്ക് എൻ്റെ പാപം നീ പൊറുക്കണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയെ വിളിച്ചിട്ട് പറയുകയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഹുർമത്തുൽ മുഅ്മിനി ഖൈറും മിൻ ഹുർമത്തി ഹാദൽ ബൈത്ത്. ഓർക്കണേ, ഒരു മനുഷ്യൻ അല്ലാഹു തആല അവന്റെ ശരീരത്തിൽ ചെയ്തിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, ഹുർമത്ത് എന്ന് പറയുന്നത് ഈ കഅബയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. ഹുർമത്ത്, അതാണ് നമ്മൾ അവരുടെ ഹുർമത്ത് കൊണ്ടെന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. അതിന്റെ ഹുർമത്തിന്, ശരീരത്തിന് നമ്മുടെ ഹുർമത്തിന് വിലയുണ്ടെന്നുള്ളതിന്റെ കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയേക്കാൾ ഹുർമത്താണ് ശരീരത്തിന്. സമയം എത്ര മണി? 2 മണിക്കൂർ ആകില്ലല്ലോ, 9:30 വരെയുള്ളോ? ഓ, 9:30 കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് സീരിയൽ കാണണം, ആ കാര്യം മറന്നുപോയി. ഈ വാത് കഴിഞ്ഞിട്ട് വീട്ടിലൊരു വാതുണ്ട് അവർക്ക്. വാതിലൊക്കെ മീഡിയാമാർ അറിയുന്നത് നിങ്ങൾക്കുള്ള അതൊക്കെ ഇതൊക്കെ അങ്ങള് കേട്ട അയാൾ യൂട്യൂബിൽ എന്നും വാത് കേട്ടിട്ട്, വാത് കേട്ടിട്ട് നന്നാവുകയാണെങ്കിൽ മൈക്കാരൻ നന്നാവണം. കാരണം ഫുൾ ടൈം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്നവരോ വാത് മൈക്കുകാരും യൂട്യൂബുകാരന്മാരും, ഇമാർ രണ്ടുപേരും നന്നായിട്ടില്ല. പിന്നെ ആര് കേൾക്കാനായി വാത്? പിന്നെ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഒരു പരിചയം അല്ലേ, പണ്ട് നമ്മള് പുറക്കാട് വന്നൊക്കെ പ്രസംഗിച്ചൊക്കെ പോയതാണല്ലോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു പരിചയം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണം. അപ്പൊ അങ്ങനെ ഒരു ഹൈറായി, അൽഹംദുലില്ലാ. അപ്പൊ ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെ എടുത്താ സ്ഥലമൊക്കെ ഗവൺമെന്റ് കൊണ്ടുപോയാ ഇനി അടുത്ത പ്രാവശ്യം വാത് പറയാൻ സ്ഥലമൊന്നും ഇല്ലേ? അപ്പൊ കോടിക്കണക്കിന് കിട്ടിക്കാണുമല്ലോ. മദ്രസ ഹൈടെക് മദ്രസ പണിഞ്ഞോ, നല്ലതാ, നല്ല ഡിജിറ്റൽ മദ്രസ അല്ലേ. പള്ളിയൊക്കെ പൊളിച്ചു പണിയാൻ പോവാന്നോ? ഉണ്ട്. അൽഹംദുലില്ലാ, എല്ലാം പണിഞ്ഞോ, നല്ല പുതിയ കുളം. അതല്ല അവിടെ കുളം പണിയുന്നത്, പക്ഷെ മൊത്തം കുളം ആവരുത്. എല്ലാം എന്തായാലും നിങ്ങളിരിക്കുന്ന സമയത്ത് പൈസ എല്ലാം കിട്ടി, റാഹത്തായിട്ട് ചെലവായിക്കണം. വടയൊന്നും മേടിച്ച് തിന്നേക്കരുത് അതിന്ന്. എല്ലാം മേടിച്ച് തിന്നാൻ പോയി, നാളെ പൊക്കുവാഹത്തില്ലേ. അൽഹംദുലില്ലാ, അല്ലാഹു തആല. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മുടെ അങ്ങനെ ഒരു വീട് ഹൈവേയുടെ സൈഡിലായിരുന്നെങ്കിലേ രക്ഷപ്പെട്ടു പോയാൽ എല്ലാവരും രക്ഷപ്പെട്ട്. എത്രയോ പേര് ആത്മഹത്യ ചെയ്യാതിരുന്ന കടം കയറിയിട്ട് അവൻ ഇങ്ങനെ ഒരു നിഅമത്ത് വന്നതോടുകൂടി അവരെല്ലാവരും രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാ. എന്തായാലും പള്ളികളൊക്കെ അപ്പോൾ ഉഷാറായി. പള്ളികളൊക്കെ ഇപ്പൊ അടിപൊളി പള്ളികളാക്കും. പക്ഷേ ഈ പള്ളികൾ നിസ്കരിക്കുന്ന ആളില്ലാത്തതുകൊണ്ടേ യതബാഹറൂന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖിയാമത്ത് നല്ല അടയാളമാണ്. യതബാഹൂന ബിൽ മസാജിദ്, മസ്ജിദുകൾ കൊണ്ട് ഫഖ്ർ നടിക്കും. യതഫാഖറൂന ബിൽ മസാജിദ്, ഖിയാമത്ത് നാളിൽ മസ്ജിദുകൾ കൊണ്ട് ഫഖ്ർ നടിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞങ്ങളുടെ പള്ളി എ സിയാണ്, ഫുൾ എ സിയാണ്, മറ്റേതാണ് മറിച്ചാണ്, ഫുള്ള് തേക്ക്, നിലമ്പൂർ തേക്ക് കൊണ്ട് പൊതിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ. നിസ്കരിക്കാൻ മൊയ്ലിയാരും 2 മുത്തല്ലിമീങ്ങളും കാണും. ഇത് തന്നെ പള്ളി കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് പള്ളി എന്തിനാ ഉണ്ടാക്കണം അല്ലേ? ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നിസ്കരിക്കാൻ ആരുണ്ട്? കാണാൻ ഭയങ്കര അടിപൊളി പള്ളിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് കിട്ടിയ പണം നല്ല രീതിയിൽ നമ്മൾ ചെലവാക്കുക. അതിന് അള്ളാഹു തൗഫീഖ് തരട്ടെ അല്ലേ? കമ്മിറ്റിക്കാരും എല്ലാ മഹല്ലുകാരും എല്ലാ ജമാഅത്തിലും അങ്ങനെ കിട്ടുന്നുണ്ട്. അവരൊക്കെ അത് സൂക്ഷിക്കണം. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറവ് വന്നുപോയി നമ്മൾ അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാൽ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊടിയാണെന്ന് പറഞ്ഞ ഈ ഇങ്ങനെ ബൈത്തുൽ മാലിന്റെ പൈസകളൊക്കെ മാറുമ്പോൾ ഒരു കൊടി അവരുടെ യുൻസബ് ഇൻദ അസ്തിഹി എന്നാണ്. അവരുടെ മലദ്വാരത്തിൽ ഒരു കൊടി കുത്തി കൊടുക്കുമെന്ന്. എന്താന്ന് പറഞ്ഞാൽ ഇവ അടിച്ചു മാറ്റിയവനാണ്. കണ്ടാ കളർ കണ്ട ആളുകളൊക്കെ ഇങ്ങനെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു, എന്തേ ഹാദാ ഫുലാൻ, എന്താപ്പാ നിന്റെ കൊടി ഇങ്ങനത്തെ കളറ്? അതെ, ഹാദിഹി ഖദ്റത്ത് ഫുലാൻ ബിൻ ഫുലാൻ, ഇന്നവന്റെ കാണിക്കപ്പെട്ട് അടിച്ചു മാറ്റിയവനാണ്. ഇന്ന പള്ളി, നിന്ന മദ്രസ, നിന്ന യത്തീംഖാനായെന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് അടിച്ചു മാറ്റിയവനാണ് ഇത് എന്ന് നാളെ പറയും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. കുറച്ച് നമ്മളെ അതിൽ നിന്നൊക്കെ കാക്കട്ടെ. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചു പോയാൽ അള്ളാഹു പുറത്തു തരട്ടെ. അബദ്ധത്തിൽ വരുന്ന പടച്ചോൻ പുറത്തു വരും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലോ. സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അത് അള്ളാഹു പുറത്തു വരും. അതല്ലാത്തത് നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൂക്ഷിക്കാനും തൗഫീഖ് തരട്ടെ. അടുത്ത വർഷമൊക്കെ ഇൻഷാ അള്ളാഹ് അപ്പം നല്ല പുതിയ പള്ളിയിൽ നമുക്ക് പ്രസംഗിക്കാം അല്ലേ? നല്ല മദ്രസ വേണ്ട പരിപാടി. ഇനിയിപ്പം അതിന് വേണ്ടി ഭാഗത്തൊന്നും വെക്കേണ്ട കാര്യമില്ലല്ലോ, പൈസ ഉണ്ടല്ലോ. അതാണ് അൽഹംദുലില്ലാ. അത് തന്നെ നമുക്ക് പുറക്കാടിന്റെ ഇസ്സത്താണ്, ബഹുമാനം. അല്ലാഹു തആല എത്ര വർഷമായിട്ടിരിക്കുക? എത്രയായി? 26 വർഷം. മാറാൻ സമയമൊന്നും ആയില്ലേ? പറഞ്ഞ കേട്ടാ മരണം പറയുന്നത്. അൽഹംദുലില്ലാ. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ നൽകട്ടെ. നമ്മളെ പണ്ട് പോലെ വിളിക്കുന്നവരാണ്. നമ്മുടെ സെക്രട്ടറിയുടെ പേര് മറന്നുപോയല്ലോ, ബഷീർ സാഹിബ്. എപ്പോഴും ഓർമ്മ വരുന്നില്ല. അതാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാത്തത് കൊണ്ടാണ്. മറ്റേ താഹായൊക്കെ എപ്പോഴും വിളിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഓർമ്മ. ഈ പ്രാവശ്യം വിളിച്ചത് ബഷീർ. പക്ഷേ എന്നാലും ശബ്ദത്തിൽ ഒരേപോലെയാണ് രണ്ടുപേരും. ലിംഗസമത്വം തോന്നുന്നത്. എന്തായാലും അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ ഈ ജമാഅത്തുകാർക്കും ജമാഅത്ത് ഭാരവാഹികൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും അല്ലാഹു തആല എല്ലാ ഖൈറുകളും ബർക്കത്തുകളും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നാട്ടുകാർക്കും, നല്ലവരായ നാട്ടുകാർക്കും ഒരുപാട് നന്മകൾ ചെയ്യുവാനും നമ്മുടെ ഈ പള്ളിയിൽ നിൽക്കുന്നിടത്തോളം കാലം ഖിദ്മത്ത് ചെയ്യുന്നിടത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നന്മകൾ ചെയ്ത് ഈ നാടിന്റെ ഒരു മാതൃക ജനങ്ങളായി, പുരുഷന്മാരായി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബക്കറ്റ് ഒന്നുമില്ലല്ലോ അല്ലേ? ഇനിയിപ്പോ ദ്വാരക്കട്ടെ. നമുക്ക് ഇനി ബാക്കിയൊക്കെ അടുത്ത സെക്രട്ടറി ദ്വാരക്കാൻ ലിസ്റ്റുകളുണ്ടല്ലോ. ഇതല്ല ദ്വായും. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച് അങ്ങനെ പോകും. പിരിവില്ലാത്തടത്ത് പ്രസംഗിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ നീണ്ടും കൊണ്ട് മണിക്കൂറുകളോളം പോലെ. എന്നാൽ നാളെയും മറ്റന്നാളൊക്കെ പ്രസംഗം ഉള്ളതല്ലേ. ദ്വാക്ക് ബാക്കി നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കുഴപ്പമൊന്നുമില്ലല്ലോ. അൽഹംദുലില്ലാ. എൻ്റെ മകൻ്റെ മദ്യപാനം നിർത്തി അള്ളാഹു നിബാത്ത് ജീവിക്കാൻ തോന്നുക. നല്ലൊരു ഉമ്മ. എന്തൊരു വലിയൊരു ദുആയ. ഇന്നത്തെ ഈ കാലം വളരെ മോശമാണ്. ഇപ്പോൾ എവിടെ നോക്കിയാൽ നമ്മൾ വാങ്ങുന്ന ബന്നിനകത്ത് ഈ ലഹരി, ബന്നിൽ നമ്മൾ വാങ്ങി തിന്നുന്ന കേക്കിനകത്ത് ലഹരി, എല്ലാം എവിടെ നോക്കിയാലും. അതിനെക്കുറിച്ച് ഒന്ന് പറയണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു, ഹദീസുകൾ. പക്ഷെ ഇത് കുടിക്കുന്നവരും തിന്നുന്നവരും വരുന്നില്ലല്ലോ അത് കേൾക്കാൻ. പിന്നെ ആരോടാ ഇത് പറയുക? ഇത് നമ്മുടെ കുട്ടികൾ മദ്രസകളും മസ്ജിദുകളിലും ഇന്ന് എവിടെ നോക്കിയാലും ഈ അല്ലാഹു അക്ബർ, ഇതെന്തോ ഒരു ഫർള് ഐൻ പോലെ ആയിരിക്കാൻ ഈ പറയുന്ന ലഹരി എന്ന് പറയുന്നത്. എവിടെ ഈ ലഹരിയായി. എൻ്റെ ഒരു കുടുംബക്കാരൻ തിരുവനന്തപുരത്ത് പിന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അവൻ പറയാണ് അവൻ്റെ റൂമിൽ 4 പേരുണ്ട്. 3 പേരും ഈ ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഇവൻ കൂട്ടത്തിൽ 2 മുസ്ലിമും ഉണ്ട്. കാക്കായും ഉപയോഗിക്കും. ഇവൻ മാത്രം മാറിയിരിക്കും. ഇങ്ങനെ ഇരുന്ന് ഊതി ഇങ്ങനെ വലിക്കുമെന്ന്. അല്ലാഹു അക്ബർ. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു പഠിക്കാനൊക്കെ ബുദ്ധിയൊക്കെ ഉണ്ട്, സംഭവം ഈ പരിപാടി ഇതിങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അതിനെതിരെ ഒരു പ്രസംഗം അത് മാത്രം നടത്തണം, ലഹരിയെക്കുറിച്ച്. കാരണം നമ്മൾ മരിച്ചുപോയാൽ അവർക്ക് സ്വർഗ്ഗമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു മദ്യപിച്ച് മരണപ്പെടുന്ന ഒരു വ്യക്തിയെ മയ്യത്ത് ഖബറിലടക്കിയാൽ നമ്മുടെ പള്ളി
മുഅ്മിനീങ്ങളുടെ ഖബർസ്ഥാനിലാണ് അവരുടെ മയ്യത്ത് അടക്കുന്നതെങ്കിൽ അടുത്ത് കിടക്കുന്ന മയ്യത്തിന് പോലും അതിന്റെ ശിക്ഷയുടെ പ്രകമ്പനം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പിന്നെ ഹദീസ് ഉണ്ട്, ഇപ്പൊ അത് പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഇദ്ഫനു മൗതാകും വസത ഖൗമിൻ സ്വാലിഹീൻ വജന്നിബുഹു ജാറസു. നിങ്ങളുടെ മയ്യത്ത് സ്വാലിഹീങ്ങളുടെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യണം. സാലിഹീങ്ങൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നിടത്ത് നമ്മുടെ മയ്യത്ത് അടക്കണം. അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖബറിലെ ശിക്ഷകൾ ഇളവ് ചെയ്യപ്പെടും. അഹങ്കാരികൾ, തെമ്മാടികൾ, മദ്യപാനികൾ അടക്കം ചെയ്യപ്പെടുന്നത് അവിടെ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം, മാറ്റി അടക്കണം. അതിനാണ് ക്രിസ്ത്യാനികൾക്ക് ഈ തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ മാറ്റിക്കൊണ്ടടക്കും. നമ്മളെങ്ങാനും അങ്ങനെ മാറ്റി അടക്കാൻ പറ്റുമോ? കമ്മിറ്റിക്കാരൊക്കെ ഇപ്പൊ താഹായിക്കൊക്കെ പുതിയ ഹൗലി കൊണ്ടിടും. ഒന്നും നോക്കൂല. ഇവിടെ ഒന്നും അതങ്ങനെ പറ്റൂല. ഇവരെയൊക്കെ മാറ്റി വേറെ പള്ളിയിൽ വേറെ സ്ഥലത്ത് കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ അവരുടെ നടക്കൂല. പിന്നെ നമ്മളൊരു ഉത്ബോധനം അവർക്ക് കൊടുക്കുക, മക്കളെ മരിച്ചുപോയാൽ സ്വർഗം കിട്ടൂല, അത് കബറിൽ കിടക്കുന്ന ബാക്കിയുള്ളവർക്കൂടെ ശിക്ഷയുണ്ടാകും, അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കണം, അത് ഇതിൽ നിന്ന് ഒഴിവാകണമെന്ന് മക്കളെ മെല്ലെ മെല്ലെ ഉപദേശിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. പിന്നെ ദുആയും ചെയ്യണം. ആ ഉമ്മാടെ ആഗ്രഹം അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ.